ഹലോ ഗൈസ്, ഇവിടെ ട്രിവാൻഡ്രത്ത് ആസിഫ് ബിരിയാണി വന്നിട്ടുണ്ട്. ആസിഫെ ബിരിയാണി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഒരു മട്ടൺ ബിരിയാണി പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ലൈം ജ്യൂസും പറഞ്ഞിരുന്നു. സ്വിഗ്ഗിയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു ക്രെഡിറ്റ് കാർഡിൻ്റെ. ഓക്കെ, അപ്പം ഇതിൻ്റെ പാക്കിംഗ് കണ്ടോ? ലൈം ജ്യൂസിൻ്റെ പാക്കിംഗ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ സെക്യൂർ ആയിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ കണ്ടോ, വളരെ സെക്യൂർ ആയിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഡ്രിങ്ക് ചെയ്യാനും പറ്റും. പിന്നെ ബിരിയാണിയുടെ കൂടെ അച്ചാറും സാലഡും ഒക്കെ ഉണ്ട്. അപ്പം ഒന്ന് തുറന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. നമ്മുടെ മട്ടൺ ബിരിയാണി 490 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ലൈം ജ്യൂസ് വരുന്നത് 55. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് കാർഡ് നമുക്ക് 120 റുപ്പീസിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് ബിരിയാണിയുടെ അരോമയൊക്കെ വളരെ നല്ലൊരു അരോമയൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ബിരിയാണിക്ക് അതുണ്ടോ ഇങ്ങനെ മുട്ടയുടെ പീസ് അവർ നമ്മൾ ഫ്രൈഡ് റൈസിലൊക്കെ കാണില്ലേ, അതേപോലെ കിടക്കുന്നുണ്ട്. ഒരു പ്രത്യേകതരം ബിരിയാണിയാണ്. ഓക്കെ, ബിരിയാണിയുടെ ക്വാണ്ടിറ്റി നമുക്ക് പറയാൻ ഒന്നുമില്ല കേട്ടോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. വേണമെങ്കിൽ 2 പേർക്കും സുഖമായിട്ട് കഴിക്കാവുന്ന സൈസിലാണ് ബിരിയാണി തന്നിരിക്കുന്നത്. പിന്നെ മട്ടൻ്റെ പീസ് വലിയ 2 പീസുകളുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പം ഞാൻ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. പിന്നെ ഒരു തക്കാളി ചട്നി അവർ അതിൻ്റെ കൂട്ടത്തിൽ തന്നിട്ടുണ്ട്, തക്കാളി ചട്നി സാലഡ്. ഓക്കെ, അപ്പം വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണി എന്നാണ് ആസിഫ് ബിരിയാണി ഇതിനെ അവകാശപ്പെടുന്നത്. ഓപ്പണായിട്ട് പറയാം, ഇറ്റ് ടേസ്റ്റ് ലൈക്ക് എ ഫ്രൈഡ് റൈസ്. ടേസ്റ്റ് കൊള്ളാം, ടേസ്റ്റ് നല്ലതാണ്. പക്ഷേ ഇറ്റ് ടേസ്റ്റ് ലൈക്ക് എ ഫ്രൈഡ് റൈസ്. പിന്നെ മട്ടൻ്റെ പീസ് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല മട്ടൻ. പക്ഷെ നമ്മൾ ഇതൊരു സ്ഥലത്തിൻ്റെ പേര് നേരത്തെ അജുവയെന്ന് നമ്മൾ മട്ടൻ ബിരിയാണി, അജുവയും തക്കാരം അൽസാജൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണി എന്നൊന്നും പറയാനില്ല. വേണമെങ്കിൽ വേൾഡ്സ് ബെസ്റ്റ് ഫ്രൈഡ് റൈസ് എന്ന് വേണേൽ പറയാം. ഓക്കെ, ഇറ്റ് ഡസൻ ഫീൽ ലൈക്ക് എ ബിരിയാണി. സത്യല്ലേ? ബിരിയാണി ഫ്ലേവർ അല്ല, ബിരിയാണിയുടെ ഫീലേ ഇല്ല. പിന്നെ ഒരു ഫ്രൈഡ് റൈസ് വിത്ത് മട്ടൺ പീസസ്. ഓക്കെ ഗൈസ്, ഒന്ന് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ട്രൈ ചെയ്യാം. ഐ വിൽ പ്രിഫർ ഇപ്പം, പക്ഷേ അജുവ ഇല്ല ഇവിടെ. ടെക്നോ പാർക്കിനടുത്തുള്ള അജുവ ക്ലോസ് ചെയ്തു. അപ്പോൾ അജുവ ഇപ്പോൾ ഇല്ല. സോ ഐ പ്രിഫർ തക്കാരം അല്ലെങ്കിൽ അൽസാജ്. ഈ ഒരു ലൊക്കാലിറ്റിയിൽ കൂട്ടം ടെക്നോ പാർക്കിനടുത്തുള്ള ലൊക്കാലിറ്റിയിൽ അവിടുത്തെ 2 മട്ടൺ ബിരിയാണി കമ്പാരിറ്റീവ് നല്ല കാർത്തിക പാർക്കിൽ വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് ബൈ.